ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. കുറച്ച് ബിസി ആയതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും വരാത്തത്, പ്രോപ്പറായിട്ട് വീഡിയോ ഇടാത്തതും. എക്സാംസും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. സോ അതിൻ്റെ ഒരു സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ്. സോ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഫൗണ്ടേഷൻ ഡേ ആണ്. ഈ ഒരു ഫൗണ്ടേഷൻ ഡേക്ക് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ലുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. മാറ്റിൻ്റെ ഒപ്പമായിരുന്നു നമ്മുടെ സെയിനും വന്നിട്ടുണ്ടായിരുന്നത്. സെയിൻ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ടായിരുന്നു സെലീനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ അവരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ സെയിൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, ഇന്നലെയല്ല ലാസ്റ്റ് കണ്ടത്, അതിന് ശേഷം പിന്നെ നമ്മുടെ സെലീനെ കാണാറില്ല, എന്ത് പറ്റി അവൾക്ക് എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവളുടെ മുഖത്താണെങ്കിൽ. പിന്നീട് നമ്മൾ കാണുന്ന സീന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അതിനെക്കുറിച്ച് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഡേ ആണ്. പ്രത്യേകമായിട്ടും ഇന്നൊരു ബ്ലഡി നൈറ്റും കാര്യങ്ങളും വെപ്പണായിട്ട് ഓരോ പ്രവർത്തനവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോഗ്രാം ആണെന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് സെൽഫീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ബ്ലഡ് ഗ്യാങ്ങും അതുപോലെ തന്നെ ഡേവിൽ ഗോഡ് വാരിയേഴ്സും വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരുമാതിരിയുള്ള നോട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇത് കണ്ടിട്ടാണെങ്കിൽ മാറ്റിന് നല്ല പേടിയാവുന്നു കേട്ടോ. അവൻ്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നല്ല പേടി പുറത്താക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ സെയിനിൻ്റെ കൈ നല്ല മുറുക്ക പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ കൈ ഭയങ്കര തണുപ്പായിട്ട് തോന്നുന്നുണ്ട്. നീ എന്താ പേടിക്കുന്നുണ്ട്, എന്ത് പറ്റി നിനക്കെന്നുള്ള കാര്യം സെയിന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു ശത്രുക്കളെ, രണ്ട് ടീംസിനെയും കാര്യങ്ങളും കണ്ടപ്പോൾ ടെൻഷനാ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ബാക്ക് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മുടെ മാറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മാറ്റ് പോയപ്പോൾ എന്താവും കാൻഡിഡേറ്റ് ആണെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ എല്ലാം വഴിയെ കണ്ടറിയാന്നുള്ള രീതിയിൽ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് ഓഫ് ദി മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഗേൾസും ബോയ്സും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാറ്റ് ഈ ഒരു ഇതിൻ്റെ കാൻഡിഡേറ്റ് ആണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സെയിനിനെ നല്ലോണം പറയല്ലോ, ലൈക്ക് അവളോട് ഇഷ്ടമുള്ള ഒരാൾ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗോസിപ്പും കാര്യങ്ങളൊക്കെ കേൾക്കാമല്ലോ. സോ അങ്ങനെ മാറ്റിൽ നിന്ന് നോക്കിയിരിക്കുകയാണല്ലോ, ബ്ലഷ് ആവുന്നുണ്ടല്ലോ എന്നുള്ള ആ വർത്താനം കാര്യങ്ങളൊക്കെ കേട്ടിട്ടായിരുന്നു ഈസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത്. ഈസ് ആണെങ്കിൽ ഇത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിലും ജലസിലും പൊസസീവ്നെസ്സും മൊത്തത്തിലുള്ള ഒരു മിക്സഡ് ഫീലിങ്സിൽ ഭയങ്കര ദേഷ്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജസ്റ്റ് കാൻഡിഡേറ്റ്സിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്ത് അവിടെ വന്ന് നോക്കിയിട്ട് അവർ വീണ്ടും ബാക്ക് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ആ ഒരു വാക്കിന് വേണ്ടിയിട്ട്. സോ അവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ സെയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മാറ്റിനെ കാണാൻ. അപ്പോൾ മാറ്റ് അവളോട് പറയുന്നുണ്ടായിരുന്നു ജസ്റ്റ് എൻ്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് എനിക്കൊരു കിസ് തരുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഒപ്പം തന്നെ അങ്ങോട്ടേക്ക് ഈസ് വന്നിട്ട് ഇങ്ങനെയുള്ള റൂൾസും കാര്യങ്ങളും ഇത് റൂൾസിന് എഗെയിൻസ്റ്റ് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാറ്റ് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഹഗ് ചെയ്യാലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതും പറയുന്നുണ്ടായിരുന്നു ഹഗ്ഗും കാര്യങ്ങളും ഒന്നും പറ്റൂല, ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റ്സ് ആരും ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനവും കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നല്ല, ഈസിന് നല്ല രീതിയിലുള്ള അസൂയയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്, അല്ലാതെ ഇങ്ങനത്തെ റൂൾസും കാര്യങ്ങളൊന്നും അതിലില്ല കേട്ടോ. പക്ഷെ ഇത് വിശ്വസിച്ചിട്ടാണെങ്കിൽ ഒരു ഓക്കെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് സെയിന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്ന സീന് വെച്ച് കഴിഞ്ഞാൽ എയ്സും അതുപോലെ തന്നെ സെന്നും കൂടെ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇരുന്ന് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ കപ്പിൾസ് ആയിട്ടാണ് ഓരോ ടീംസ് വരുന്നത്. അങ്ങനെ കുറച്ച് ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 4 ടീംസായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3 ടീംസിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4ാമത്തത് മാറ്റിൻ്റെ ആ ഒരു പെയറുമായിട്ടുള്ള ഒരാളാണല്ലോ. സോ ഇത് ഫേസ് ഓഫ് ദി ഇയർ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗേൾ ഫ്രണ്ട് ലൈക്ക് ഗേൾ ആയിട്ട് ഒരു പെയറും കൂടെ വേണമല്ലോ. സോ എല്ലാവർക്കും പെയർ ഉണ്ട്, പക്ഷെ നമ്മുടെ മാറ്റിന് മാത്രം പെയർ ഉണ്ടായിരുന്നില്ല. പക്ഷെ പെയർ എവിടെയെന്നുള്ള ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് നിമിഷത്തിന് വരാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ആൻസറും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ. അങ്ങനെ മാച്ച് ആണെങ്കിൽ അവൻ്റെ ആ ഒരു വാക്കും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ഷർട്ടൊക്കെ ബട്ടൺസ് ഊരിയിട്ട് ഭയങ്കര 6 പാക്കിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ ഗേൾസൊക്കെ ഭയങ്കര ബ്ലഷൊക്കെ ആയി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നമ്മുടെ സെയിനിൻ്റെ മുന്നിൽ വന്നിട്ട് ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈസിന് ഭയങ്കര ജലസായിട്ട് ഇത് കുട്ടികൾ കാണണ്ടെന്നുള്ള രീതിയിൽ കണ്ണൊക്കെ അവളുടെ പൊത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ വീട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ കാണണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ആ ഒരു റാം വാക്കും കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട്, അവനൊരു പെയറില്ല എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഈസ് അവിടെ നിന്ന് ഇവൾ കേൾക്കുന്ന രീതിയിൽ, ആരും നമ്മുടെ സെയിന് കേൾക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പെയറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു ആഗ്രഹം, ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളത് നടക്കൂല. സോ അതുകൊണ്ട് തന്നെ സെയിന് മുൻകൈ എടുത്തിട്ട് സെയിന് അവൻ്റെ പാർട്ട്ണർ ആവാന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ആകെ നെട്ടി നിൽക്കുന്നത്, എയ്സിന് പ്രത്യേകിച്ച് നെട്ടുന്നത്. ബാക്കി ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നല്ല സന്തോഷമാണ്. കാരണം ഒന്നാമത് ഇവർ ഭയങ്കര നല്ല പെയേഴ്സാന്നുള്ള രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര കപ്പിളാന്നുള്ള രീതിയിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആ ഒരു രീതിയിലാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂട്ട് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ എയ്സിന് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഫ്രിഡ്സിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഫ്രിഡ്സിനെ വിളിച്ചിട്ട് നേരെ സ്റ്റേജിലേക്ക് കയറുന്നുണ്ടായിരുന്നു. 5th കാൻഡിഡേറ്റ്സ് പെയേഴ്സ് ഇവരാണ്, ഫ്രിഡ്സും എയ്സും. സോ ഇവർ വന്നപ്പോഴും ഭയങ്കര ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എയ്സ് ആണെങ്കിൽ ഷർട്ടൊക്കെ അഴിച്ചിട്ട് ഭയങ്കര 6 പാക്ക് കാണിച്ചിട്ട് അവൻ നമ്മുടെ മാറ്റ് കാണിച്ച് അതുപോലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ഇവനാണെങ്കിൽ നമ്മുടെ സെയിനിൻ്റെ അടുത്തേക്ക് വന്ന് നിന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനാണ് നിൻ്റെ സുപ്രീമോ, സോ ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി, നീ വേറെ എങ്ങോട്ട് നോക്കട്ടെ, ഇത് എത്രമാത്രം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ അത്ര നേരം നീ കണ്ടു നിന്നോ, നിനക്ക് എന്ത് കാണുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കും
സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ഭയങ്കര എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിലും നല്ല രീതിയിൽ ബ്ലഷും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ ഇരുന്നിട്ട് അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിനൊക്കെ ശേഷമാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ക്രോഡീകരിച്ചതിന് ശേഷം അനൗൺസ് ചെയ്യണമല്ലോ. സോ ഓരോരുത്തർ ഓരോ പേഴ്സായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടീമിൻ്റെ വന്നു, സെക്കൻഡ് ടീമിൻ്റെ വന്നു, തേർഡ് ടീമിൻ്റെ വന്നു, ഫോർത്ത് ടീമിൻ്റെ ആവുമ്പോൾ ചെറിയൊരു ക്ലാഷ് പോലെ എല്ലാവരും ഞെട്ടിട്ടോ. എയ്സും അതുപോലെ തന്നെ സെയിനുമാണ് വന്നിട്ടുണ്ടായിരുന്നു. സെയിന് ചോദിച്ചിട്ട് എന്താ നീ വന്നിട്ടുള്ളത്, മാച്ച് എവിടെയെന്നുള്ള രീതിയിൽ എയ്സ് എന്തോ പണി കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബാക്ക് സ്റ്റേജിൽ എന്തോ എയ്സ് ഇതാക്കിയതുകൊണ്ടായിരിക്കാം മേ ബി ഇവർ കയറി വന്നിട്ടുള്ളത്. സെയിൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് ആണെങ്കിൽ ഫ്രിഡ്സിയും അതുപോലെ തന്നെ മാറ്റും എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന് എങ്ങനെയെങ്കിലും അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ. ബെസ്റ്റ് ഫേസ് ഓഫ് ദി ഇയർ ആരാന്നുള്ള മിസ്സും മിസ്സിസ് ആരാന്നുള്ള രീതിയിൽ അതിന് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഫ്രിഡ്സി ആയിരുന്നു മിസ്സിസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് കണ്ടിട്ടാണെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് സന്തോഷം, കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര സാഡായി നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഭയങ്കര സാഡായിട്ട് അയ്യോ ഇവളോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പേസ് പറയുന്നുണ്ടായിരുന്നു ഫ്രിഡ്സി ഒന്നല്ല ചെറിയൊരു തെറ്റ് പറ്റി പോയതാണ്, ഫ്രിഡ്സി ഒന്നല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മുടെ സെയിനാണ് ഫേസ് ഓഫ് ദി ഇയർ വുമൺ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. കൂടാതെ അപ്പോൾ ആ ഒരു സെക്രട്ടറി പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരെ സുപ്രീമോ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളാണ് ഫേസ് ഓഫ് ദി ഇയർ മെൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് അങ്ങനെ വേണ്ട, വെറുതെ വേണ്ടാത്ത ഒരു അംഗീകാരമോ കാര്യങ്ങളോ കിട്ടിയിട്ട് കാര്യമില്ല, വെറുതെ കറക്റ്റായിട്ടുള്ള ഒരാൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു മൈക്ക് താഴത്ത് കിട്ടിയിട്ട് അങ്ങോട്ട് നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും എന്തോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു പ്രോഗ്രാം അടിപൊളിയാക്കണമല്ലോ. പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാവരും ഈ ഒരു ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും നിൽക്കുന്നതാണ് ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്താണെങ്കിൽ എന്താലോചിച്ച് നിൽക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ മാച്ച് ആണെങ്കിൽ ഇവളോട് സെയിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെയിൻ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു മാറ്റുന്നുണ്ട്. എന്നിട്ട് സെയിൻ ആണെങ്കിൽ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. സോ അപ്പോൾ ഞാൻ വരണം എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായി. ഇവളിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ അവിടെ എയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എയ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ എന്നെ ഫോളോ ചെയ്തിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ പറയുന്നു ഞാൻ എന്തിന് നിന്നെ കാണാമെന്ന്, പക്ഷേ എനിക്കറിയാമായിരുന്നു നീ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള കാര്യം. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിൻ്റെ മരണവും കാര്യങ്ങളൊക്കെ അടുത്തിട്ടുണ്ടായിരുന്നു, നീ ഒരു പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ റെഡിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ റെഡിയാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മാറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നമായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ നീ എവിടെ വേണമെങ്കിലും കാല് പിടിക്കുന്ന ഒരാളാണല്ലോ, പക്ഷെ നിൻ്റെ ലൈഫ് വന്നപ്പോൾ നിനക്ക് എന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് എന്ത് കാര്യം എനിക്ക് ചെയ്യാം, പക്ഷെ നീ അതിനൊന്നും വഴങ്ങുന്നില്ല, ലൈക്ക് നീ ആ കാര്യങ്ങളൊന്നും എന്നോട് വന്ന് പറയുന്നില്ല എന്നുള്ള രീതിയിൽ അവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ കേട്ട കാര്യത്തെക്കുറിച്ചിട്ട് ഇവൾ ആ ഒരു സൂചന കൊടുത്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നത് എനിക്ക് എൻ്റെ പൊസിഷനും കാര്യങ്ങളൊന്നല്ല വലുത്, നീയാണ് വലുത് എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. എത്രമാത്രം ഇവളെ ഇഷ്ടമെന്നുള്ള രീതിയിൽ പ്രകടമാക്കിയിട്ട് തന്നെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ കണ്ട് നല്ല ബ്ലഷും കാര്യങ്ങളും സന്തോഷവും ഒക്കെ മിക്സഡ് ഫീലിങ്സ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. കൂടാതെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവണ പോലെ അവളുടെ ഫേസും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടായിരുന്നു. സുപ്രീമോക്ക് അത്രമാത്രം ഇവളെ ഇഷ്ടമാണ്, താൻ എന്ത് വന്നു കഴിഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ട സെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, നീ എൻ്റെതാണെന്നുള്ള രീതിയിലൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ സെയിന് സന്തോഷമാവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇമോഷണൽ സങ്കടമൊക്കെ ആവുന്നുണ്ടായിരുന്നു. സുപ്രീമോ വീണ്ടും പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് വന്നു കഴിഞ്ഞാലും എൻ്റെ പൊസിഷന് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, എനിക്ക് അത്രമാത്രം നിന്നെ ഇഷ്ടമാണെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇവരിങ്ങനെ അടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവൾക്കാണെങ്കിൽ ഇവനോട് ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരാണെങ്കിൽ പരസ്പരം ഇങ്ങനെ അടുത്തേക്ക് വന്ന് കിസ് ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു ഒരു സൗണ്ട്, ഭയങ്കര ഒരു ഗേൾ പെട്ടെന്ന് ഒരു ഈലിടുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടിട്ടാണെങ്കിൽ എന്താണെന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണുന്ന കാഴ്ച കഴിഞ്ഞാൽ ഒരു ഗേൾ അവിടെ മരണപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു, വേറെ ആരുമില്ല നമ്മുടെ സെലീന ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മരണം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിൻ്റെ അവർ എങ്ങനെയാണ് കൊല്ലുന്നത് ആ രീതിയിലൊരു കൊലപാതകം നടന്നിട്ടുള്ളതെന്നുള്ള കാര്യം. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഞെട്ടി നിൽക്കുകയാണ്. ഒന്നാമത് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്, ഒപ്പം ദേഷ്യമുണ്ട്. കാരണം മാറ്റ് ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിൽ ഒരാളാണെന്നുള്ള രീതിയിൽ അവരിങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പോട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ ബൈ.